പൊന്നെ കാർമേഘമേ, നീ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു. കൃഷ്ണ 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 ഞങ്ങളെ രക്ഷിച്ചു. കൃഷ്ണ, കാടിന്റെ ഈ വശത്ത് നിന്ന് ഞങ്ങൾ ഒരു ഭീകര ശബ്ദം കേട്ടു. എന്താണ് സംഭവിക്കുന്നത് കൃഷ്ണ? നിനക്ക് അപകടമൊന്നുമില്ലല്ലോ? അയ്യോ എന്റെ ഈശ്വര, എന്തൊരു ഭീകര ജീവിയാണ് ഈ കുട്ടികൾ കണ്ടുപിടിച്ചത്. പിതാവേ, ഇതാണ് അകാസുര രാക്ഷസൻ എന്ന പാമ്പിന്റെ ശരീരം. കൃഷ്ണൻ അതിനെ കൊന്നു. കൃഷ്ണ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ മകനെ? കൃഷ്ണൻ ഈ ഭീകര ജന്തുവിനെ കൊന്നുവെന്നോ? അതെ, കൃഷ്ണനാ കൊന്നത്. അത് കൊല്ലുന്നതിന് മുമ്പ് തീർച്ചയായും കൃഷ്ണനാണ് കൊന്നത്. കൃഷ്ണ, എന്താണ് ഈ നടക്കുന്നതൊക്കെ? അതോ, കൂട്ടുകാർ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നീ ചെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാക്ഷസനെ കൊന്നോ, അതും തനിച്ച്. നീ മഹാനാണ്. ഹേയ് കൃഷ്ണ, നീ എന്റെ മകൻ ചന്ദ്രനെയും മറ്റു ബാലകന്മാരെയും വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. നിനക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിൽ വരാം. ഈ കരുണയ്ക്ക് ഞാൻ നന്ദി പറയുന്നു പ്രഭാവതി അമ്മേ. പക്ഷേ ഈ കൊരങ്ങനെ മാത്രം കൊണ്ടുവരല്ലേ. എല്ലാവർക്കും വീട്ടിലേക്ക് തിരിച്ചു പോവാം. സംഭവിച്ചത് എന്തായാലും ആ ജഗദീശ്വരനാണ് നമ്മെ സംരക്ഷിച്ചത്. വരൂ, നമുക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി ജഗദീശ്വരനെ പൂജിക്കാം. അദ്ദേഹത്തിന്റെ കരുണയ്ക്കും സംരക്ഷണത്തിനും നന്ദി പറയാം. കൃഷ്ണ, നീ എപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. ഇതുപോലുള്ള അത്ഭുതങ്ങൾ നിനക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു കൃഷ്ണ? നീ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്റെ മാതാവേ, ഞാൻ എന്നും അവിടുത്തെ മകനാണ്. ഞാൻ താങ്കളെ വളരെ സ്നേഹിക്കുന്നു. എന്റെ പ്രിയ മകനെ, എനിക്കിത് കേട്ടാ മാത്രം മതി കൃഷ്ണ.